+1 സോഷ്യോളജിയുടെ മോഡൽ എക്സാം ഇന്ന് കഴിഞ്ഞു. എല്ലാവരും നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. കാരണം നാം പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. വളരെ ഈസിയാണ്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാം കുറച്ച് ടഫാകാനാണ് ചാൻസ് കൂടുതൽ. മാത്രവുമല്ല, ഇന്നലെ നാം ഒരു വീഡിയോ ഇട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്, സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് ഷുവർ ക്വസ്റ്റ്യൻസ്, അതേപോലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുള്ളത്. അത് കണ്ടവർക്കൊക്കെ ഇന്ന് വളരെ ഈസി ആയിരിക്കും അല്ലേ. നമുക്ക് ഇന്നത്തെ ആൻസർ കീ ഒന്ന് നോക്കാം. ഒരു കാര്യം കൂടി, നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. എല്ലാവരും ജയിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ മോഡൽ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ഒരു ഏകദേശം 20% ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ശരിക്കും പഠിക്കണം. എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ മെയിൻ എക്സാമിനുണ്ടാവും. ഏത് ചോദ്യമാണ് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം പഠിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് പറഞ്ഞിരുന്ന ഒരു ചോദ്യമാണ്, 1 വേർഡ് ചോദ്യമായിരുന്നു, കോൺഫ്ലിക്റ്റ്, സംഘട്ടനം എന്നാൽ എന്ത് എന്നുള്ള. അത് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനും ആവർത്തിച്ചു വന്നു. അത് 1 വേർഡ് ആയിരുന്നു. ഇത് 2 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പഠിക്കണം. കുറച്ച് ടഫാവാൻ ചാൻസ് കൂടുതലാണ് അടുത്ത എക്സാം. അതാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വത്തെയാണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ വ്യക്തികൾക്കിടയിലും സംഘങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വത്തെ ഏത് പേരാണ് വിളിക്കുന്നത്? സാമൂഹിക ശ്രേണീകരണം എന്നാണ് വിളിക്കുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ ശരിക്കും പഠിച്ചു വെക്കണം. അതേപോലെ ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം വ്യത്യസ്ത തരത്തിലുണ്ട്. വർഗത്തിൻ്റെയും ജാതിയുടെയും അടിമത്തത്തിൻ്റെയും എസ്റ്റേറ്റിൻ്റെയും രീതിയിൽ, ഇങ്ങനെ 4 തരത്തിൽ സാമൂഹിക ശ്രേണീകരണമുണ്ട്. അത് ശരിക്കും പഠിച്ചു വെക്കണം. ചിലപ്പോൾ 5 മാർക്കിന് അടുത്ത എക്സാമിന് എസ്സേ ആയിട്ട് ചോദിക്കാം, 5-6 മാർക്കിന് ചോദിക്കാം. അടുത്ത ചോദ്യം, ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് കൂടിച്ചേരുന്ന പരസ്പരം നിശ്ചിതമായ ബന്ധമില്ലാത്ത ജനങ്ങളുടെ കൂട്ടത്തെയാണ് സഞ്ചയം എന്ന് പറയുന്നത്. ഒരേ സ്ഥലത്ത് ഒരേ സമയം പരസ്പര ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ജനക്കൂട്ടം ഒരുമിച്ച് കൂടുന്നു. ഇതിനെയാണ് സഞ്ചയം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം നാം പറഞ്ഞൊരു ചോദ്യമാണ് സഞ്ചയം, അഗ്രിഗേറ്റ്. ഉദാഹരണം പറഞ്ഞാൽ, ബസ് സ്റ്റോപ്പിലെ യാത്രക്കാർ, റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാർ, അവർ ഒരു നിശ്ചിതമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. അവർ ജനങ്ങൾ പരസ്പര ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ അവർ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നുണ്ട്. ഇതിനാണ് സഞ്ചയം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എന്ന് പറയപ്പെടുന്നത്. ഈ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ സഞ്ചയത്തിൻ്റെ ചോദ്യം ഇനി അടുത്ത എക്സാമിന് 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആ ചോദ്യം കൂടി പഠിച്ചു വെച്ചാലാണ് നിങ്ങൾക്കത് ഉപകാരപ്പെടുക. ഓക്കെ, നോക്കാം. 3ാമത്തെ ചോദ്യം നോക്കാം. പല സമൂഹങ്ങളിലും ആദ്യ പങ്കാളിയുടെ മരണശേഷമോ അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷമോ വ്യക്തികൾക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. ഇത്തരം വിവാഹങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അനുക്രമ ഏക വിവാഹം എന്നാണ്. അപ്പോൾ സീരിയൽ മോണോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ പങ്കാളി മരണപ്പെടുകയോ വിവാഹമോചനം നേടുകയോ ചെയ്താൽ വ്യക്തികളെ വീണ്ടും വിവാഹം ചെയ്യാൻ അനുവാദം നൽകാറുണ്ട്. ഇതിനെയാണ് സീരിയൽ മോണോഗമി അല്ലെങ്കിൽ അനുക്രമ ഏകവിവാഹം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് ഇത്. ഇതൊക്കെ നമ്മൾ വീഡിയോ അത് നേരെ കണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ കണ്ടവർക്ക് ഇതൊക്കെ സിമ്പിളായിരിക്കും അല്ലേ. ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. 4ാമത്തെ ചോദ്യം, സാമ്പത്തിക വികസനത്തിൽ മതത്തിന് സ്വാധീനമുണ്ടെന്ന് വാദിച്ചതാരാണ്? മാക്സ് വെബറാണ്. സാമ്പത്തിക വികസനത്തിൽ മതത്തിന് സ്വാധീനമുണ്ട് എന്ന് വാദിച്ച വ്യക്തിയാണ് മാക്സ് വെബർ. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് ദി പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. ഇതേപോലെ പഠിച്ചു വെക്കണം. 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കും. ചിലപ്പോൾ അടുത്ത എക്സാമിന് ചോദിക്കുക, സാമ്പത്തിക വികസനത്തിന് മതത്തിന് സ്വാധീനമുണ്ടോ? ആരുടെ അഭിപ്രായമാണിത്? നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുമോ? എങ്ങനെയായിരിക്കും ചോദ്യം വരിക? 5-6 മാർക്കിന് ചോദ്യം വരും. അപ്പോൾ എഴുതേണ്ടത് മാക്സ് വെബറിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് ദി പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം, മറ്റൊന്ന് കത്തോലിക്ക വിഭാഗം. പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൻ്റെ അത്യാത്മക ലക്ഷ്യം എന്ന് പറയുന്നത് അവർ സമ്പത്ത് ധാരാളം ഒരുമിച്ച് കൂട്ടുകയും
ധാരാളം സമ്പത്ത് നേടിയെടുക്കുകയും അതിനുവേണ്ടി ജോലി ചെയ്യുകയും ചെയ്യണമെന്നാണ്. ഇങ്ങനെ സമ്പത്ത് നേടിയെടുത്താൽ മാത്രമേ ഇവർക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. ഇത് സാമ്പത്തിക വികസനത്തിന് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം യൂറോപ്പിൽ ക്രിസ്തു മതത്തിലെ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലെ ആളുകളാണ് കൂടുതലുള്ളത്. ഇവർ ധാരാളം ഇങ്ങനെ സമ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി ആഡംബരമൊന്നുമില്ലാതെ ആഡംബരം പൂർവ്വം ഒന്നും ചെലവഴിക്കാതെ എടുത്തു വെച്ച് വളരെയധികം സമ്പന്നരായി മാറി. അപ്പോൾ സാമ്പത്തിക വികസനത്തിന് മതത്തിന് സ്വാധീനമുണ്ട്. ഇങ്ങനെ വാദിച്ച വ്യക്തിയാണ് ആര്? മാക്സ് വെബർ. അഞ്ചാമത്തെ ചോദ്യം, സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ചെടുത്ത വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, ആചാരം, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം. അപ്പോൾ സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ചെടുത്ത വിജ്ഞാനം, നോളജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റം, ഇതിൻ്റെയൊക്കെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരമെന്ന് ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ്? എഡ്വേർഡ് ടൈലർ എന്ന സോഷ്യോളജിസ്റ്റിൻ്റെ വാക്കുകളാണിത്. എഡ്വേർഡ് ടൈലറാണ് ഇത്. 2 മാർക്കിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ നിർവചനം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 2 മാർക്കിനും ഇത് അടുത്ത എക്സാമിന് വരാം. ആറാമത്തെ ചോദ്യം, മറ്റു സംസ്കാരങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും പെരുമാറ്റത്തെയും സ്വന്തം സാംസ്കാരിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിന് ഏത് പേരാണ് വിളിക്കുന്നത്? വംശീയ കേന്ദ്രോന്മുഖത. എക്സാമിന് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. എന്താണ് എത്നോസെൻട്രിസം, എന്താണ് കോസ്മോപൊളിറ്റനിസം, അല്ലെങ്കിൽ എന്താണ് വംശീയ കേന്ദ്രോന്മുഖത, എന്താണ് സർവ്വജനീനത? ഇത് തമ്മിലുള്ള താരതമ്യം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചത് 1 മാർക്കിനാണ്. മറ്റ് സംസ്കാരങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും പെരുമാറ്റത്തെയും സ്വന്തം സാംസ്കാരിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിനെയാണ് വംശീയ കേന്ദ്രോന്മുഖത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സ്വന്തം സംസ്കാരമാണ് മറ്റുള്ള സംസ്കാരത്തേക്കാൾ മികച്ചത് എന്നുള്ള വാദമാണ് വംശീയ കേന്ദ്രോന്മുഖത. ഉദാഹരണം പറഞ്ഞാൽ ഹിറ്റ്ലർ പറയുന്നത്, യുവർ കൾച്ചർ ഈസ് നോട്ട് ഗുഡ്, മൈ കൾച്ചർ ഈസ് ഗുഡ്. നിങ്ങളുടെ കൾച്ചർ മോശമാണ്, എൻ്റെ കൾച്ചറാണ് ഉഷാറ്. ഇതിനെയാണ് വംശീയ കേന്ദ്രോന്മുഖത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആര്യനിസം എന്ന് പറഞ്ഞാൽ ആര്യന്മാരാണ് മികച്ചത്, മറ്റുള്ളവരെല്ലാം മോശക്കാരാണ് എന്നുള്ള ചിന്തയാണ് വംശീയ കേന്ദ്രോന്മുഖത. ഈ ചോദ്യം മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാനപരമായ അനുമാനമല്ലാത്തത്. മുതലാളിത്തവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ തൊഴിലാളികളുടെ ക്ഷേമം. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് മുതലാളിത്തത്തിൻ്റെ, ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, വ്യാപാര വികസനം, എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്, തൊഴിൽ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ, സവിശേഷവൽക്കരണം, സ്പെഷ്യലൈസേഷൻ, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, റേസിംഗ് പ്രൊഡക്ടിവിറ്റി. ഇതേപോലെ പഠിച്ചു വെക്കണം. മുതലാളിത്തത്തിൻ്റെ പ്രധാന സങ്കല്പങ്ങൾ ഏതൊക്കെയാണ്? പറയൂ. ഈ 4 കാര്യങ്ങളാണ് കേട്ടോ. നോക്കാം. 8ാമത്തെ ചോദ്യം ചാർട്ട് പൂർത്തീകരിക്കാനുള്ളതാണ്. വിശേഷ അവകാശമുള്ള സംഘങ്ങൾ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം നോക്കൂ നിങ്ങൾ. 2 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ലൈഫ് ചാൻസസ് കൊടുത്തിട്ടുണ്ട്, ജീവിതാവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം കൊടുത്തിട്ടുണ്ട്. ആൻസർ ഏതാണ്? ഈ ചോദ്യം ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ വീഡിയോയിലുള്ളൊരു ചോദ്യമാണ് അല്ലേ? സമൂഹത്തിലെ സവിശേഷ അവകാശമുള്ള വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ 3 ഒന്ന് ലൈഫ് ചാൻസസ്, ജീവിതാവസരങ്ങൾ. ഉദാഹരണം സമ്പത്ത്, ആരോഗ്യം, വരുമാനം. മറ്റൊന്ന് സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹ്യ പദവി. ഉദാഹരണം ഉന്നത സ്ഥാനമാനങ്ങൾ. 3ാമത്തത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം. ഉദാഹരണം രാഷ്ട്രീയ അധികാരമൊക്കെ. അപ്പോൾ സവിശേഷ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ഗ്രൂപ്പുകൾ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണ്? ജീവിതാവസരങ്ങൾ, സാമൂഹ്യ പദവി, രാഷ്ട്രീയ സ്വാധീനം. ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? എമിൽ ദുർക്കേമാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്നുള്ള ഗ്രന്ഥം എഴുതിയത്. സൂയിസൈഡ്, ആത്മഹത്യയെക്കുറിച്ച് പഠിച്ച വ്യക്തി ആരാണ്? എമിൽ ദുർക്കേമാണ്. കാൾ മാർക്സിൻ്റെ ഗ്രന്ഥം ഏതാണ്? ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. മാക്സ് വെബറിൻ്റെ ഒരു ഗ്രന്ഥം ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു. ഏതാണ്? ദി പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. ആരാണ് മലിനോസ്കി? ഫീൽഡ് വർക്കിൻ്റെ ഉപജ്ഞാതാവാണ് മലിനോസ്കി. പ്രോബ്രിയാൻ ദ്വീപിൽ പഠനം നടത്തിയ നരവംശ ശാസ്ത്രജ്ഞൻ കൂടിയാണ് മലിനോസ്കി. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? എമിൽ ദുർക്കേമാണ്. നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാട്ടോ.
10ാമത്തെ ക്വസ്റ്റ്യൻ, റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ കൂർഗ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് എന്നാണ്. റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ കൂർഗ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? എം.എൻ. ശ്രീനിവാസാണ്. അപ്പോൾ കർണാടകയിലെ മൈസൂരിലെ ഫീൽഡ് വർക്ക് നടത്തിയ വ്യക്തിയാണ് എം.എൻ. ശ്രീനിവാസ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചു വെക്കണം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഏത്? ദി റിമെമ്പേർഡ് വില്ലേജ്. അത് രാംപുര വില്ലേജിനെ കുറിച്ച് പഠനം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള രചിച്ച ഗ്രന്ഥമാണ് ദി റിമെമ്പേർഡ് വില്ലേജ്. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട്. ഇന്ത്യൻ വില്ലേജ് ആരുടേതാണ്? എസ്.സി. ദുബെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. റിമെമ്പേർഡ് വില്ലേജ് എം.എൻ. ശ്രീനിവാസിൻ്റേത്, ഇന്ത്യൻ വില്ലേജോ എസ്.സി. ദുബെയുടേത്. ഗ്രന്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് ശരിക്കും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ കൂർഗ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? എം.എൻ. ശ്രീനിവാസ്. എം.എൻ. ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട ചില പദങ്ങളാണ് ചില പ്രബല ജാതി, ഡോമിനൻ്റ് കാസ്റ്റ്, സംസ്കൃതവൽക്കരണം, ഇതൊക്കെ എം.എൻ. ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട ചില പദങ്ങളാണ്. 11ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ സ്റ്റാറ്റസ് സീക്വൻസ്? പദവിക്രമം എന്നാൽ എന്ത്? കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് തോന്നുന്നത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിരുന്നു, ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്. അത് കാണാത്തവർ കാണാം. ഇനി സ്റ്റാറ്റസ് സീക്വൻസ്, പദവിക്രമം. ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ ആർജിക്കുന്നതിനെയാണ് പദവിക്രമം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി, ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ ആർജിച്ചെടുക്കുന്നതിനെയാണ് പദവിക്രമം അല്ലെങ്കിൽ സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം കൂടി എക്സാമിന് നോക്കണേ. ഒരു പുത്രൻ താമസിയാതെ പിതാവായി മാറും, പിന്നീട് മുത്തച്ഛനായി മാറും, മുതുമുത്തച്ഛനായി മാറും. അപ്പോൾ ആ വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ വഹിക്കുന്നതിനെയാണ് പദവിക്രമം എന്ന് വിളിക്കുന്നത്. 12ാമത്തെ ചോദ്യം, ഈ കംപ്ലീറ്റ് ദ ചാർട്ട് പൂർത്തിയാക്കാനുള്ളതാണ്. ചോദ്യം എന്താണ്? ഡയമെൻഷൻ ഓഫ് കൾച്ചറിൻ്റെ, സംസ്കാരത്തിൻ്റെ 3 മാനങ്ങളാണ്. നോക്കാം ഏതൊക്കെയാണ് സംസ്കാരത്തിൻ്റെ ആണ്. പറയൂ. ജ്ഞാനാത്മകം, കൊഗ്നിറ്റീവ്, നൈതികം, നോർമേറ്റീവ്, ഭൗതികം, മെറ്റീരിയൽ. സംസ്കാരത്തിൻ്റെ 3 മാനങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. ഇതിന് ഓരോന്നിനും ഉദാഹരണങ്ങൾ കൂടി പഠിച്ചു വെക്കണം. ഈ എക്സാമിന് 2 മാർക്കിനാണ് ചോദിച്ചത്, അടുത്ത എക്സാമിന് ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചു വെക്കണം. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യമാണിതോ, അത് 1 വേർഡ് ചോദ്യമായിരുന്നു. എങ്ങനെ അത് ചോദിച്ചതെന്ന് വെച്ചാൽ, സംഘട്ടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺഫ്ലിക്റ്റ് മീൻസ്, അങ്ങനെയായിരുന്നു ചോദ്യം വന്നിരുന്നത്. ഇത് നേരെ തിരിച്ചു ചോദിച്ചു. അത് 1 മാർക്കിനായിരുന്നു, ഇത് 2 മാർക്കിന്. സംഘട്ടനം അല്ലെങ്കിൽ സംഘർഷം എന്നാൽ എന്താണ്? സംഘർഷം എന്ന് പറഞ്ഞാൽ ദ ടേം കോൺഫ്ലിക്റ്റ് മീൻസ് ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്. വ്യത്യസ്ത താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സംഘട്ടനം. വ്യത്യസ്ത താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സംഘട്ടനം. സംഘട്ടന തിയറിസ്റ്റുകൾ പറയുന്നത് വിഭവങ്ങളുടെ ദൗർലഭ്യം സമൂഹത്തിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകുമെന്നാണ്. എല്ലാ സമൂഹത്തിലും സംഘടനകളുണ്ടാവാം. അത് വർഗത്തിൻ്റെയോ ജാതിയുടെയോ ഗോത്രത്തിൻ്റെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വംശത്തിൻ്റെയോ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹങ്ങളിലെല്ലാം സംഘടനകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംഘടന എന്ന് പറഞ്ഞാൽ എന്താ? വിവിധ താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സംഘടനം. ദ ടേം കോൺഫ്ലിക്റ്റ് മീൻസ് ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് പഠിച്ചവർക്ക്, അതിൻ്റെ ആൻസർ കീയൊക്കെ പഠിച്ചവർക്ക് ഇത് സുഖമായിട്ട് എക്സാം എഴുതാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും അല്ലേ. ഇനി റിസ്ക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് സൊസൈറ്റി, അപകട സാധ്യതയുള്ള സമൂഹം എന്നാൽ എന്ത്? ഇന്നലെ ചെയ്ത വീഡിയോയിൽ ചോദിച്ചൊരു ചോദ്യം കൂടിയാണിത്. അപ്പോൾ വ്യവസായവൽക്കരണത്തിൻ്റെ വ്യാപനത്തോടെ വിഭവ ചൂഷണം വർദ്ധിച്ചു. നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തികച്ചും അപകട സാധ്യതയുള്ള സമൂഹങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ഇതിനാണ് അപകട സാധ്യതയുള്ള സമൂഹം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറയാം, പുതിയ പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടു കൂടി നമ്മുടെ ജീവിതം ഒരു അപകട സാധ്യതയുള്ള സമൂഹത്തിലായി. ഇതിനെയാണ് അപകട സാധ്യതയുള്ള സമൂഹം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത് ഭോപ്പാലിലെ ദുരന്തം. ഭോപ്പാലിൽ നല്ലൊരു പ്രദേശമായിരുന്നു, അവിടെ
പുതിയൊരു ഫാക്ടറി ഉയർന്നു വന്നു. അതിൻ്റെ ഫലമായി അവിടെ വലിയ തോതിലുള്ള ദുരന്തമുണ്ടായി. അപ്പോൾ അത് ഇവർ പേടിച്ചുകൊണ്ടാണ് അവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. അടുത്തൊരു ഉദാഹരണമാണ് ചെർണോബിലെ ആണവ ദുരന്തം. മാത്രമല്ല തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചോദ്യം എന്തായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇക്കോളജിയുടെ സ്ഥാപകൻ ആരായിരുന്നു എന്നായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇക്കോളജിയുടെ ഫൗണ്ടർ ആരാണ്? മുറേ ബുക്ചിനാണ് അല്ലേ? മുറേ ബുക്ചിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇക്കോളജിയുടെ സ്ഥാപകൻ. ഈ ചോദ്യം 15ാമത്തേതാണ്. ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് അലിനേഷൻ. അന്യവൽക്കരണം എന്ന ആശയം വിവരിക്കുക. ഞാൻ കഴിഞ്ഞ ഷുവർ ക്വസ്റ്റ്യൻ നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിലേക്കാണ് ആഡ് ചെയ്തതാണ്. അത് കാണാത്തവർ എന്തായാലും കാണണേ. അന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിനുമേലുള്ള നിയന്ത്രണവും അധ്വാന ഫലത്തിന്മേലുള്ള നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സ്വന്തം ജീവിതം അന്യാധീനപ്പെട്ടു പോകുന്നതാണ് അന്യവൽക്കരണം. അന്യവൽക്കരണം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കാൾ മാർക്സ് ആണ്. ഇതുകൂടി എഴുതി വെക്കണം. ഓക്കെ. അന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിനുമേലുള്ള നിയന്ത്രണവും അധ്വാന ഫലത്തിന്മേലുള്ള നിയന്ത്രണവും നഷ്ടപ്പെടുന്നതിനെയാണ് അന്യവൽക്കരണം എന്ന് പറയുക. 15 ചോദ്യങ്ങളാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടുത്ത പാർട്ട് ചെയ്യാം അല്ലേ? നിങ്ങൾ പഠിക്കാതെ വെറുതെ ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളാണെങ്കിൽ അത് ആർക്കും ഷെയർ ചെയ്യണമില്ല, ആരും കാണണമില്ല. 10-100 ആളുകളെ വീഡിയോ കാണുന്നുള്ളൂ. പിന്നെ ഇതിന് പിന്നിൽ പ്രയത്നമുണ്ട്. നിങ്ങളെങ്ങനെങ്കിലും പഠിച്ച് നല്ല നിലയിൽ എത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാണാതെ ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം അടുത്ത പാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.